സംസ്ഥാന സംഘടിപ്പിക്കുന്ന വിളംബര ഘോഷയാത്ര ആരംഭിക്കുകയാണ്. ഫോട്ടോക്കെ എടുത്തോ. അഭിജിത്ത് അവിടെ പോയി നമ്മളെ താൻ എഴുതിട്ട് വിളിക്കാനോ? വിളംബര ഘോഷയാത്രയിൽ പങ്കെടുക്കാനെത്തിയവർ നിങ്ങളുടെ കയ്യിൽ കരുതിയിട്ടുള്ള ജേഴ്സികൾ അണിഞ്ഞ് ഈ ബാനറിന് പിന്നീട് അണിനിരക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന വിളംബര ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിച്ചിട്ടുള്ള കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിച്ചിട്ടുള്ള വിളംബര ഘോഷയാത്ര ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച വിളംബര ഘോഷയാത്ര ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടുകയാണ്. ഈ വിളംബര ഘോഷയാത്ര യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ സമാപിക്കുമ്പോൾ അവിടെ സൂപ്പർ മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വിളംബര ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയും മുൻ ബോർഡ് മെമ്പറും കൂടിയായിട്ടുള്ള ശ്രീ കെ രാജൻ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ രണ്ട് വാക്ക് വർത്തമാനം പറഞ്ഞ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുക.
കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ വൈസ് ചെയർമാൻ പ്രൊഫസർ സുരേഷ് ഉൾപ്പെടെ ബോർഡിന്റെ അംഗങ്ങൾ, യുവജന സംഘടനാ നേതാക്കൾ, പ്രിയപ്പെട്ടവർ, നമ്മുടെ മുമ്പിൽ ആവേശം വിതറുന്ന ലോകകപ്പിന്റെ അലയൊലി നാടും നഗരവുമാകെ നിറഞ്ഞു കഴിഞ്ഞു. ലോകം മുഴുവൻ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ട് ലോകമഹായുദ്ധങ്ങളുടെ കാലമൊഴികെ ദീർഘമായിട്ടുള്ള ഒരു കാലയളവിൽ ലോകത്തിലെ മുഴുവൻ ചെറുപ്പക്കാർക്കും ആവേശം കൊള്ളുന്ന വിധത്തിൽ മാറിക്കഴിഞ്ഞിട്ടുള്ള ലോകകപ്പിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും ലോകത്ത് നടന്നു എന്ന് മാത്രമല്ല, നാടാകെ അതിന്റെ ആവേശത്തിലും ആരവത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. 20-ാം തീയതി ഔപചാരികമായി ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ലോകകപ്പിന് തിരികൊളുത്തുന്നതിന് എത്രയോ മുമ്പ് തന്നെ നാടും നഗരവും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ക്ലബ്ബുകൾ, യുവജന സംഘടനകളുടെയും സർക്കാരിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ഗവൺമെന്റ് നോട്ട് ഡ്രഗ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു കൊണ്ട് നടത്തുന്ന പരിപാടികളുടെ ഭാഗമായി തന്നെ ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ലഹരിക്കെതിരായി ലോകകപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ 2 കോടി ഗോളുകൾ തീർക്കുക എന്ന വിധത്തിൽ വിപുലമായ പരിപാടി ഇതിന്റെ ഭാഗമായി. അതിനു പുറമെ നമ്മുടെ കായിക വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരുടെയും ആവേശകരമായിട്ടുള്ള നിരവധി പദ്ധതികൾ ഏറ്റെടുക്കുന്ന കേരള ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന സംഘാടനങ്ങളിലൊന്നാണ്. കേരളത്തിൽ അസംഘടിതരായിട്ടുള്ള അജണ്ടയില്ലാത്ത ചെറുപ്പക്കാരുടെ കൂട്ടായ്മകളെ ഉൾപ്പെടെ പുരോഗമന അജണ്ടയുടെ കൂട്ടത്തിൽ അണിനിരത്തിക്കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യുവജന മുന്നേറ്റങ്ങളെ ഏറ്റവും വേഗതയിലും ഏറ്റവും എളുപ്പത്തിൽ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മുമ്പിൽ വിളംബരം ചെയ്യാൻ കഴിയുന്ന വിധത്തിലാ പരിപാടികൾ കൊണ്ടുപോകുന്നു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും നടക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ഭാഗം വിളംബര ഘോഷയാത്ര നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഔപചാരികമായി തുടക്കം കുറിക്കുന്നതായി അറിയിക്കും. നമസ്കാരം. ഓക്കെ ഡാൻസറാണോ? എടാ ജിമിന നിന്റെയാണോ? നിന്റെയാണോ? ഓടണം.
കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിച്ച ഫിഫ വേൾഡ് കപ്പിന് പ്രചരണാർത്ഥം സംഘടിപ്പിച്ചിട്ടുള്ള ഫുട്ബോൾ ലോകകപ്പുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന വിളംബര ഘോഷയാത്രയ്ക്ക് സമാപനം കുറിച്ച് ഷൂട്ടൌട്ട് ഇവിടെ മത്സരം സംഘടിപ്പിക്കുകയാണ്. അപ്പൊ ഗോളടിക്കുന്നതിന് നമ്മുടെ വൈസ് ചെയർമാൻ ശ്രീ എസ് സതീഷിനെ സ്നേഹത്തോട് ക്ഷണിക്കുക. ഫ്ലാഗ് വാങ്ങണേ ഓ പിന്നെ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിച്ച ലോകകപ്പ് വിളംബര ഘോഷയാത്രയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഷൂട്ടൌട്ട് മത്സരം ആരംഭിക്കുകയാണ്. ആദ്യം ഗോളടിക്കുന്നത് ബോർഡിന്റെ വൈസ് ചെയർമാൻ ശ്രീ എസ് സതീഷ്. വേറെ സ്നേഹത്തോട് ക്ഷണിക്കാൻ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിക്കുന്നു. ഒന്നുകൂടി ഗോളടിച്ച് കഴിയുമ്പോൾ സതീഷേടാ അടുത്തതായി ബോർഡ് അങ്ങനെ കൂടിയുണ്ട്. ഒന്നുകൂടെ വൈസ് ചെയർമാൻ ഇങ്ങനെ ഓക്കെ ഗോളടിക്കുക. അടിച്ചിരിക്കുക. അടുത്തായി നമ്മുടെ ബോർഡ് മെമ്പർ സന്തോഷ് കാല. മൂത്തടിക്കരുത് പൈസ നോക്കോ പൈസ നോക്കിയോട്ടെ പതുക്കെ പതി അടിച്ചാൽ പൈസ നോക്കിയോ അടുത്തായി ശ്രീ ചിതുക്കാർ ഗോളടിക്കുക. ചിതുക്കാർ 2 മിനിറ്റ് വേണ്ടിയാണ് ഗോളടിക്കാനുള്ളത്. ചെറുപ്പുകയാണ്. രണ്ടും കൽപ്പിക്കുന്ന ഗോളടിക്കാൻ പോവുകയാണ്. അത് ശ്യാമ അത് ഇന്നലെ അനൂപ് ഇവിടെ ഗോളടിക്കുന്നതാണ്. ശ്യാമ അവിടത്തിന്റെ ജില്ലാ കോർഡിനേറ്ററാണ്. അടുത്തായി അനൂപ് സെക്രട്ടറി ഉണ്ട്. ഗോളടിക്കാം. അത് ഒരു ഫുട്ബോൾ താരം കൂടിയാണ്. എല്ലാവരും അടുത്ത NSSനെ പ്രതികരിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണ സാറിന് വേണ്ടി ഗോളടിക്കുക. ബ്രസീലിന് വേണ്ടി ഗോളടിക്കുക. ഫൗളായി. ബ്രസീൽ ആരാധകർ നിരാശരാണ്. പോർച്ചുഗലിന് വേണ്ടി ഇറങ്ങിക്കൊണ്ടായിരിക്കാം. NSSന് വേണ്ടി അടുത്തൊരു ഗോൾ. NSS സിറ്റി സ്കൂൾ. അത് നമ്മുടെ മന്ത്രി സെക്രട്ടറി അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടാണ് ഗോളടിക്കാൻ വേണ്ടി പോയിരിക്കും. പോർച്ചുഗലിന് വേണ്ടി ആരാണ്? കിരൺ നമ്മുടെ വോളണ്ടിയർ ടീം അംഗമാണ്. ഇതിന് ആർക്കും മുൻപ് തരാം. ഗേൾസിൽ വരാം. ലോകകപ്പ് ആവേശകരമായി സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലോകമാകെ 12 ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഏത് രാജ്യത്തിനാണ് കളിക്കുന്നത്?
ഇന്ത്യ കഴിച്ചോ ഏത് രാജ്യത്തിന് വേണ്ടി പാളയം പാളയം കഴിച്ചോ പാളയം രാജ്യമായി പ്രഖ്യാപിച്ചു ഗോളടിക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം കടന്നു വരാവുന്നതാണ്. ആരും പേര് വിളിക്കുന്നില്ല, കടന്നു വരാവുന്നതാണ്. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഒരു ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് വിപുലമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിളംബര ജാഥകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും കടന്നു വരാം. ഗോളടിക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം കടന്നു വരാം. അടിച്ചോ ഗോളടിച്ചോ സൗജന്യമായി ഗോളടിക്കുകയാണ്. ഗോളടിക്കാൻ താല്പര്യമുള്ളവർക്ക് കടന്നു വരാം.